അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുന്നത്തുർ റസൂൽ ആദാബുൽ കലാം, സംസാര മര്യാദകൾ, ഭാഗം 11. ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുഹ്ഷ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മ്ലേച്ഛമായ വാക്കുകളും പ്രവർത്തനങ്ങളും. ഇമാം റാഗിബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അൽ മുഫ്രദാത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് മാ അളുമ ഖുബൂഹുഹു മിനൽ അഖ്വാലി വൽ അഫ്ആൽ, ഗുരുതരമായ മോശപ്പെട്ട കാര്യം, അത്തരം വാക്കുകളും പ്രവർത്തനങ്ങളും. ഇതാണ് ഫുഹ്ഷ്, ഫഹ്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതേപോലെ ഭാഷാ പണ്ഡിതന്മാരും അൽ ഖബീഹു മിനൽ ഖൗലി വൽ ഫിഅലി എന്ന് പറഞ്ഞത് കാണാം. മ്ലേച്ഛമായ അല്ലെങ്കിൽ മോശമായ വാക്കും പ്രവർത്തനവും. അപ്പോൾ ഫുഹ്ഷ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത, അത് വാക്കാകട്ടെ പ്രവർത്തനമാകട്ടെ രണ്ടിനെയും കുറിക്കുന്നതാണ്. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകാം. സഭ്യമല്ലാത്ത അത്തരം കാര്യങ്ങൾ വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു വാക്ക് ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും. പലയിടത്തും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സംഗതി അതിന്റെ പരിധി വിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക, സത്യത്തോട് യോജിക്കാത്ത ഏതൊരു കാര്യവും, ഇതിനൊക്കെ ഫുഹ്ഷ്, അങ്ങനെ പ്രവർത്തിക്കുന്നവൻ ഫാഹിഷ്, മ്ലേച്ഛൻ എന്ന് പറയാമെന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഇത്തരം ഫുഹ്ഷുകളുടെ മ്ലേച്ഛമായ വാക്കിന്റെയും പ്രവർത്തനത്തിന്റെയും കാര്യം, അതിന്റെ വിധി എന്ന് പറയുന്നത് അവ ഹറാമാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബതൻ എന്ന് പറഞ്ഞത് കാണാം. പറയുക, തീർച്ചയായും എന്റെ റബ്ബ് മ്ലേച്ഛമായ കാര്യങ്ങളെ, അതിൽ നിന്ന് പ്രകടമായതിനെയും ഗോപ്യമായതിനെയും ഹറാമാക്കിയിട്ടുണ്ട് എന്ന്. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ, തെളിഞ്ഞു കാണാവുന്നതും മറഞ്ഞിരിക്കുന്നതുമായ പലതരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മ്ലേച്ഛതകളെ, അശ്ലീലങ്ങളെ, ചീത്ത കാര്യങ്ങളെ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് എന്നതാണ്. ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയിരിക്കുന്നു, ഹറമ റബ്ബിയൽ ഫവാഹിഷ്, എന്റെ റബ്ബ് മ്ലേച്ഛതകളെ ഹറാമാക്കിയിട്ടുണ്ട് എന്നതിൽ നിന്ന്, ആ ഹറമ എന്ന വാക്കിൽ നിന്ന് ഇതിനെ ഇസ്ലാം എങ്ങനെ കാണുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 5780 നമ്പർ ഹദീസിൽ ഐ ആയിഷ, ഓ ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ശർറന്നാസി മൻസിലതൻ ഇൻദല്ലാഹി മൻ തറകഹു ഔ വദഅഹു അന്നാസു ഇത്തിഖാഅ ഫുഹ്ശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവൻ ആരാകുന്നു? ജനങ്ങൾ ഒരുത്തന്റെ ഫുഹ്ഷ്, അശ്ലീലത, അയാളിൽ നിന്നുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ പേടിച്ചുകൊണ്ട് ആരെ ഒഴിവാക്കിയോ അവനാകുന്നു ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അവൻ അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം വളരെ മോശമായതാണ്. അപ്പോൾ ജനങ്ങൾ ഒരാളോട് അയാളുമായി സംസാരിച്ചുകൂടാ, അയാളുമായി പെരുമാറിക്കൂടാ, അയാളുമായി ഇടപെട്ടുകൂടാ, ഞാൻ അയാളോട് സംസാരിക്കാനില്ല എന്ന് ജനങ്ങൾ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അത് അയാളിൽ നിന്നുള്ള വൃത്തികെട്ട വാക്കുകളുടെയും പ്രവർത്തന ഫലവുമാണെങ്കിൽ അയാളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശക്കാരനായ ആൾ എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ അങ്ങനെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകളെ ജനങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയത് കാണാം. അത് അവരുടെ സ്വഭാവത്തിന്റെ മ്ലേച്ഛത കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു മ്ലേച്ഛത മനുഷ്യനിൽ നിന്ന്, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നതാണ്. മറ്റൊരു വചനം, വലാ തഖൂമുസ്സാഅ ഹത്താ യൽഹറ അൽ ഫുഹ്ശു വത്തഫാഹുഷ്, ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല ഫുഹ്ഷും തഫാഹുഷും, മ്ലേച്ഛതയും പരസ്പരം മ്ലേച്ഛമായ പെരുമാറ്റങ്ങൾ നടത്തലും പ്രകടമാകുന്നതുവരെ. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ളവയാണ് എന്ന് കാണാം. എവിടെയും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അശ്ലീലങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംസാരങ്ങളും ഇതൊക്കെ ഇന്ന് പ്രകടമാണ്. പുരുഷന്മാർക്ക് മാത്രമായി തെറി പറയാനും അസഭ്യം പറയാനുമായി പലതരത്തിലുള്ള
ഗ്രൂപ്പുകളുമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേകം ഗ്രൂപ്പുകൾ, ഭാര്യമാർക്ക് വേറെ, ഭർത്താക്കന്മാർക്ക് വേറെ. ഇനി കൂടിക്കലർന്ന് അശ്ലീലം പറയാനും കേൾക്കാനും രസിക്കാനും കാണാനുമൊക്കെ ഇതുപോലുള്ള പലതുമുണ്ടത്രേ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തിന്റെ നാശം അടുത്തിരിക്കുന്നു എന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇടപഴകുന്ന, അതിൽ പങ്കെടുത്ത് രസിക്കുന്ന, അതൊരു ജീവിത ആനന്ദമായി കണ്ടെത്തുന്ന ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണിത് എന്ന് കാണാം. സൂറത്തുൻ നിസായിലെ 148 വചനത്തിൽ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ, വാക്കുകളിൽ നിന്നുള്ള മോശമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലാ മൻ ളുലിമ, ആക്രമിക്കപ്പെട്ട ഒരാൾക്കൊഴികെ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലത്തി ഹിയ അഹ്സൻ എന്നതിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇല്ലല്ലദീന ലലമൂ മിൻഹും, അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോട് അവരോടെങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വാക്കിൽ നിന്ന് മോശമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഒരാൾക്ക് അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട്, ഇല്ലാമൻ ളുലിം, മർദ്ദിക്കപ്പെട്ടവനൊഴികെ. അവന് ഈ വിഷയത്തിൽ ഇളവുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ വന്ന ഹദീസുകളിൽ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രം സൂചിപ്പിക്കാം. വ ഇയ്യാകും വൽ ഫഹ്ശ വത്തഫഹുഷ്, മ്ലേച്ഛതയെ നിങ്ങൾ സൂക്ഷിക്കുക, മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കുക. സഹീഹുൽ ജാമിഇൽ 818 നമ്പറായി ഉദ്ധരിക്കപ്പെട്ട പ്രവാചകന്റെ മറ്റൊരു വാചകം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഫാഹിഷിൻ മുതഫഹിഷ്, മ്ലേച്ഛത പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. സഹീഹുൽ ജാമിഇലെ തന്നെ 5381 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസി ഒരിക്കലും കുത്തിപ്പറയുന്നവനല്ല, ശപിക്കുന്നവനല്ല, വലൽ ഫാഹിഷ് വലൽ ബദി, അവൻ മ്ലേച്ഛനല്ല, മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനല്ല. അതുപോലെ തന്നെ നിലവാരം കുറഞ്ഞ തരം താഴ്ന്ന സംസാരങ്ങൾ നടത്തുന്നവനുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ സത്യവിശ്വാസി അങ്ങനെയല്ല എന്ന പ്രയോഗത്തിൽ നിന്ന് സത്യവിശ്വാസി അങ്ങനെ ആയിക്കൂടാ. സത്യവിശ്വാസിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫുഹ്ഷും ബദാഅത്തും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ ഇങ്ങനെ കാണാം, ലം യകുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ വഇന്നഹു കാന യഖൂൽ ഇന്ന ഖിയാറകും അഹാസിനുകും അഖ്ലാഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുന്നവനോ പ്രവർത്തിക്കുന്നവനോ മനഃപൂർവ്വം അത് ചെയ്യുന്നവനോ ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളിൽ ഉത്തമൻ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് എന്ന്. സഹീഹുൽ അദബിൽ മുഫ്രദിൽ 470 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു വാചകം, മാ കാനൽ ഹയാഉ ഫി ശൈഇൻ ഇല്ലാ സാനഹ, ഒരു കാര്യത്തിലും ലജ്ജ ഉണ്ടാവുകയില്ല അത് ആ കാര്യത്തെ അലങ്കരിച്ചിട്ടല്ലാതെ. ഹയാ ഉണ്ടോ അവിടെ ഭംഗിയുണ്ട്, അലങ്കാരമുണ്ട്, സൗന്ദര്യമുണ്ട്. വലാ കാനൽ ഫഹ്ഷു ഫി ശൈഇൻ ഇല്ലാ ശാനഹ, ഏതൊരു കാര്യത്തിൽ മ്ലേച്ഛതയുണ്ടോ, തോന്നിവാസമുണ്ടോ, വൃത്തികെട്ട കാര്യങ്ങളോ വാക്കോ ഉണ്ടോ അത് അതിനെ മോശമാക്കാതിരിക്കുകയില്ല, മാനം കെടുത്താതിരിക്കുകയില്ല. അപ്പൊ ഫുഹുഷുണ്ടോ അവിടെ അലങ്കാരമില്ല, ഭംഗിയില്ല, മറിച്ച് മാനക്കേടാണുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ അതിനെ അത് മാറ്റും എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അസ്സഹീഹയിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല 876 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകം, ഇന്ന അസ്ഖല മാ വുദിഅ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ, സത്യവിശ്വാസിയുടെ തുലാസിൽ ഖിയാമത്ത് നാളിൽ വെക്കപ്പെടുന്നതിൽ ഏറ്റവും ഖനമുള്ളത് ഖുലുഖുൻ ഹസൻ, സൽസ്വഭാവമാണ്. വഇന്നല്ലാഹ യുബ്ഗിദു അൽ ഫാഹിഷൽ ബദി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിവാസിയെയും തരം താഴ്ന്ന സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവനെയും അല്ലാഹു വെറുക്കുന്നു എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, യാ ആയിഷ, ഓ ആയിഷ, ഇയ്യാക വൽ ഫഹ്ഷ്, മ്ലേച്ഛതയെ, തോന്നിവാസത്തെ നീ സൂക്ഷിക്കുക. ഫഇന്നൽ ഫഹ്ഷ ലൗ കാന റജുലൻ ലകാന റജുല സൂഇൻ, മ്ലേച്ഛത എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ, ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അതൊരു തിന്മയുടെ ആളാകുമായിരുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് ജൂതന്മാരായ ചില ആളുകൾ കടന്നു വന്നു.
അപ്പോൾ അവർ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു, താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പോൾ പറഞ്ഞു, അലൈക്കും, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ, വലഅനകുമുള്ള, അള്ളാഹു നിങ്ങളെ ശപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശപിക്കട്ടെ, വഗളിബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങളോട് കോപിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ സാവകാശം കാണിക്കുക, റിഫ്ഖ് സൗമ്യത കാണിക്കുക, പരുഷതയും മ്ലേച്ഛതയെയും നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അവർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഫയുസ്തജാബു ലീ ഫീഹിം, അവരുടെ കാര്യത്തിൽ എനിക്ക് മറുപടി നൽകപ്പെടും. വലാ യുസ്തജാബു ലഹും ഫിയ്യ, എന്റെ കാര്യത്തിൽ അവർക്ക് മറുപടി നൽകപ്പെടുകയില്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 6030 നമ്പർ ഹദീസ്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മോശമായി സംസാരിച്ചപ്പോൾ, നബിക്കെതിരെ പ്രാർത്ഥിച്ചപ്പോൾ നബി അവർക്ക് മറുപടി കൊടുത്തു. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ കേൾക്കെ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. അവിടെ പ്രവാചകൻ ഉപദേശിച്ച കൂട്ടത്തിൽ ഫുഹ്ഷിനെ സൂക്ഷിക്കണം എന്ന് പറയുകയുണ്ടായി. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ ഫുഹ്ഷ് പേടിച്ചുകൊണ്ട് ജനങ്ങൾ ഉപേക്ഷിച്ചവനാണ് എന്ന് നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പ്രവേശിക്കാനായി അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുക്കൂ എന്ന് കൽപ്പിച്ചു. ബിഇസാഹുൽ അശീറ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ ബിഇസബ്നുൽ അശീറ, ആ കുടുംബത്തിന്റെ സഹോദരൻ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പുത്രൻ എത്ര മോശപ്പെട്ടവൻ. പക്ഷേ അയാൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വളരെ സൗമ്യമായി സംസാരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾ പറഞ്ഞ ആ വാക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞുവല്ലോ, പിന്നെ അയാളോട് നിങ്ങൾ വളരെ സൗമ്യമായി സംസാരിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ആയിഷ, ഇന്ന ശർറന്നാസി മൻ തറക്കഹുന്നാസു ഔ വദഅഹുന്നാസു ഇത്തിഖാഹു ഫുശി. നേരത്തെ മറ്റൊരു സംഭവത്തിലാണ് അല്ലെങ്കിൽ വേറെ രീതിയിലാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാക്ക്, ജനങ്ങൾ ഏതൊരുത്തനെ ഷർറ് പേടിച്ചുകൊണ്ട് ഒഴിവാക്കുന്നുവോ ഫുഹ്ഷ് പേടിച്ചുകൊണ്ട് ഒഴിവാക്കിയോ അവനാകുന്നു മോശപ്പെട്ടവൻ എന്നതാണ്. ജനങ്ങളിൽ മോശക്കാരൻ അവനാണ് എന്ന് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയുണ്ടായി. ഇനി വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ ഹദീസുകളിലും വന്നിട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ എത്രത്തോളം സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്, നമ്മുടെ സംസാരങ്ങളിൽ എത്രത്തോളം ഇത്തരം ഫുഹ്ഷുകളിൽ നിന്ന് മാന്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശദീകരിക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഖുർആനിന്റെ ഏറ്റവും സുന്ദരവും ഉന്നതവുമായ ശൈലിയാണ് പല പ്രയോഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 189 വചനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഗർഭം ധരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് കാണാം. ഫലമ്മാ തഗശാഹ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി, അവൻ അവളെ പൊതിഞ്ഞപ്പോൾ ഒരു ഭാരം കുറഞ്ഞ കനം കുറഞ്ഞ ലഘുവായ ഗർഭം ധരിച്ചു, എന്നിട്ട് ആ ഗർഭവുമായി അവൾ നടന്നു. ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം അവൻ അവളെ മൂടിയപ്പോൾ എന്ന പ്രയോഗമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ മായിദയിലെ 6 വചനത്തിൽ ഔ ലാമസ്തുമുന്നിസ, നിങ്ങൾ സ്ത്രീകളെ മുലാമസത്ത് നടത്തിയാൽ, ലമസ എന്ന വാക്കിനർത്ഥം സ്പർശിക്കുക എന്നാണ്. ലാമസ എന്ന് പറഞ്ഞാൽ പരസ്പരം സ്പർശിക്കുക എന്നാണ്. ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ്. പക്ഷെ ഖുർആൻ പ്രയോഗിച്ച വാക്ക് പരസ്പരം സ്പർശിക്കുക എന്നാണ്. ഖുർആൻ അവിടെ വളരെ വ്യംഗ്യമായി എന്നാൽ വളരെ ഭംഗിയായ വാക്കോടുകൂടി ആ കാര്യത്തെ ഖുർആൻ പരാമർശിക്കുകയുണ്ടായി. ഇത്തികാഫിലിരിക്കെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്ന ആളുകൾ ഭാര്യമാരുമായി ലൈംഗികത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നതിനെ ഖുർആൻ ഉപദേശിച്ചു, അതിനെക്കുറിച്ച് താക്കീത് നൽകി. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ ഭജനമിരിക്കുന്നവരായിരിക്കെ നിങ്ങൾ അവരുമായി മുബാശറത്ത് നടത്താൻ പാടില്ല. ഇവിടെയും തൊലിയോട് ചേരുക, അങ്ങനെ ചെയ്യരുത്, തൊലിയോട് ചേർക്കരുത് എന്ന വാക്കാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതിന് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അതുപോലെ മലമൂത്ര വിസർജനം നടത്തുന്നതിന് പല വാക്കുകൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ ഉപയോഗിക്കും, ജീവികളുമായി ബന്ധപ്പെട്ട് വേറെ ചില വാക്കുകൾ ഉപയോഗിക്കും. പല പ്രയോഗങ്ങളും ഭാഷയിലുണ്ട്. എന്നാൽ ഖുർആൻ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് ഒളുവിനെ സംബന്ധിച്ച്
പറയുന്ന ആയത്തിൽ സൂറത്തുൽ മായിദയിലെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്ത്, നിങ്ങളിൽ ആരെങ്കിലും ഗായിത്തിൽ നിന്ന് വന്നാൽ. നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുള്ള വാക്കുപോലും ഖുർആൻ ഇവിടെ ഉപയോഗിച്ചില്ല. മാന്യമായി ഗണിക്കപ്പെടുന്ന വാക്കുപോലും ഖുർആൻ ഉപയോഗിച്ചില്ല. മറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു വാക്കാണ് ഉപയോഗിച്ചത്. ഗായിത്ത് എന്ന വാക്കിനർത്ഥം മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുന്ന, ഭൂമിയിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന സ്ഥലം എന്നാണ്. അങ്ങനെ ഒരു താഴ്ന്ന സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വന്നാൽ, അപ്പൊ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലത്തെയാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചത്. അതല്ലാതെ മലവിസർജനം നടത്തിയാലെന്നോ മൂത്രവിസർജനം നടത്തുക എന്ന വാക്കോ ഖുർആൻ ഉപയോഗിച്ചില്ല. ആ സ്ഥലത്തിലേക്ക് ചേർത്ത് മനുഷ്യൻ തന്റെ ആവശ്യത്തെ നിർവഹിക്കുന്നതിനെ ഖുർആൻ പരാമർശിക്കുകയുണ്ടായി. ഫുഖഹാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വുളു മുറിയുന്ന കാര്യങ്ങൾ, മലം അല്ലെങ്കിൽ മൂത്രം പുറത്തു വന്നാൽ അല്ലെങ്കിൽ ആ കാര്യം ചെയ്താൽ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഖുറൂജ് ഷൈഇൻ മിൻ അഹദിസ് സബീലൈൻ, ഇരു വഴികളിൽ ഏതെങ്കിലും ഒന്നിലൂടെ വല്ലതും പുറത്തു വന്നാൽ എന്നതാണ്. ഖുർആനിന്റെ ശൈലി സ്വീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും അതേ പ്രയോഗങ്ങൾ നടത്തുകയുണ്ടായി. ഇനിയും ലൈംഗിക ബന്ധവുമായി അതിനെ സൂചിപ്പിക്കുന്നതിന് ഹദീസുകൾ ഉപയോഗിക്കിയ വാചകം ബുഖാരി, മുസ്ലിം മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ നമുക്ക് കാണാം, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരാൾ തന്റെ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ വിരിപ്പിലേക്ക് വിളിക്കുന്നത് എന്തിനാണ്? ഉറങ്ങാനാകാം, വിശ്രമിക്കാനാകാം, ഒക്കെയാകാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉദ്ദേശിച്ചത് വിരിപ്പിലേക്ക് വിളിച്ചാൽ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലേക്ക് എന്നതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു അബി ജംറയുടെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, വല്ലാഹിർ അന്നൽ ഫിറാശ കിനായത്തുൻ അനിൽ ജിമാ. ഇവിടെ വിരിപ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈംഗിക ബന്ധത്തെ സംബന്ധിച്ച് കിനായത്തായി, സൂചനയായി പറഞ്ഞതാകുന്നു. അൽ വലദുലിൽ ഫിറാഷ്, കുട്ടി വിരിപ്പിനുള്ളതാണ് എന്ന നബിയുടെ മറ്റൊരു വാചകവും ഇതിനെ ബലപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ വിരിപ്പിൽ ചവിട്ടിയവനാരോ അവനുള്ളതാണ് കുട്ടി എന്ന് പറഞ്ഞാൽ ഭർത്താവിനുള്ളതാകുന്നു എന്നത്. അപ്പൊ ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇവിടെ പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യൻ ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. ഇതുമൂലമുണ്ടാകുന്ന കുടുംബ ശൈഥില്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും വളരെ വൃത്തിഹീനമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കാൻ സാധിച്ച ഒരു വാർത്ത, പ്രായപൂർത്തിയെത്താത്ത കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരു ഉദ്യോഗസ്ഥയായ അമ്മ മറ്റൊരു ഉദ്യോഗസ്ഥനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചത് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ പേരിൽ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ്. കാലം എവിടെ എത്തി നിൽക്കുന്നു? ആരും കാണാതെ ഒളിഞ്ഞ സ്ഥലത്തല്ല, മറിച്ച് സ്വിമ്മിംഗ് പൂളിൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു വൃത്തികേട് നടത്തുകയും അത് സ്വന്തം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. അബദ്ധവശാൽ കൈപ്പിഴയായി സ്റ്റാറ്റസായി വന്നപ്പോൾ ജനമറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നതാണ്. ഇത് ഒന്നല്ല, ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരം മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, വാക്കാകട്ടെ പ്രവർത്തനമാകട്ടെ, അതിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഗൗരവത്തോടുകൂടി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ഉൾക്കൊള്ളുകയും വീട്ടുകാരെയും കുടുംബക്കാരെയും താൻ ആർക്കൊക്കെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ടോ അവരെയൊക്കെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ ഫാഹിഷും മുതഫഹിഷുമല്ലാതെ ജീവിക്കാനുള്ള അവസരം തൗഫീഖ് നമുക്ക് നൽകി.